നമസ്കാരം, ഞാൻ അഭിലാഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നദികളിലെ മത്സ്യസമ്പത്ത് വൻതോതിൽ കുറയുന്നതായി പഠന റിപ്പോർട്ട്. ജലമലിനീകരണവും വിഷപ്രയോഗവും മീനുകളെ കൊന്നെടുക്കുന്നു. കടൽ മത്സ്യങ്ങൾ കേടാകാതിരിക്കാൻ രാസവസ്തുക്കൾ ചേർക്കുന്നുവെന്നും സംശയം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ തട്ടിപ്പ് കേസിലെ കൂട്ടുപ്രതിയെന്ന് കാനം രാജേന്ദ്രൻ. LDFന്റെ രാപ്പകൽ സമരം തുടരുന്നു. ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് BJPയുടെ ഉപവാസം. കെ ശിവദാസൻ നായർ MLA മർദ്ദിച്ചതിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കൂരാപ്പട ബൈപ്പാസിൽ ഉദ്ഘാടനത്തിന് മുമ്പേ അപകടങ്ങൾ പെരുകുന്നു. ബൈപ്പാസ് നിർമ്മിച്ചത് അശാസ്ത്രീയമായി. വാർത്തകൾ വിശദമായി. ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് ക്രമാതീതമായി കുറയുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ജലമലിനീകരണവും നദികളിൽ വിഷം കലർത്തിയുള്ള മീൻപിടുത്തവുമാണ് വർഷം തോറും മത്സ്യം കുറയുന്നതിന് കാരണമായി വിദഗ്ധർ കണ്ടെത്തിയത്. ഉൾനാടൻ ജലാശയങ്ങളായ നദികളിലും തോടുകളിലും വൻതോതിൽ മത്സ്യങ്ങൾ കുറയുന്നതായാണ് ഓരോ വർഷവും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം പലയിനം മത്സ്യങ്ങളും വംശനാശ ഭീഷണിയും നേരിടുന്നുണ്ട്. നദികളിൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുന്നതാണ് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുന്നത്. നദികളിലേക്ക് തള്ളുന്ന ഫാക്ടറി മാലിന്യങ്ങളും ഡിറ്റർജന്റുകളും ലയിച്ചു ചേരുന്ന സോപ്പിന്റെ അളവുമാണ് ഓക്സിജൻ കുറവിന് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നദികളിൽ ക്യൂബിക് മീറ്ററിന് 0.65 കിലോഗ്രാം മാത്രമാണ് മത്സ്യങ്ങളുടെ അടിസ്ഥാന സാന്ദ്രത. വിഷം കലർത്തിയുള്ള മത്സ്യബന്ധനവും തോട്ട ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും മത്സ്യസമ്പത്ത് കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. 10 വർഷം മുമ്പ് സുലഭമായി ലഭിച്ചിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോൾ നദികളിൽ ഇല്ലെന്നാണ് മത്സ്യബന്ധനത്തിൽ താല്പര്യമുള്ള ഒരു കർഷകൻ പറയുന്നത്. പണ്ടത്തെ ഉണ്ടായിരുന്ന ഇപ്പൊ മുശിയില്ല, വരാലില്ല, അതുപോലെ മാരാനെന്ന് പറയുന്ന മീനില്ല, ചില്ലാനില്ല, ഇങ്ങനെയുള്ള മീനുകളൊന്നും ഇപ്പൊ കാണാനേ ഇല്ല. ഇത് മീൻ കുറയുന്നതിന് കാരണം എന്നായിരിക്കും ശരിക്കും? ഈ തോട്ടായും നഞ്ചും ഒക്കെ അതിനകത്ത് മെയിൻ കാരണമാണ്. സ്ഥിരം തോട്ടായിരുന്നുണ്ടല്ലേ? താഴോട്ട് ഡാമിന് താഴോട്ട് എപ്പോഴും തോട്ടായല്ലേ? അതുപോലെ വേനൽക്കാലങ്ങളിൽ നഞ്ച് വരുന്നുണ്ട്. കുറേയൊക്കെ നഞ്ച് കലങ്ങുമ്പോൾ മീൻ ചത്തു പൊങ്ങി വരുന്നുണ്ട്. ചെറിയ മീൻ ഉൾപ്പെടെ അല്ലേ? ചെറിയ മീൻ ഉൾപ്പെടെ. വർഷം തോറും കേരള മത്സ്യബെഡിന്റെ നേതൃത്വത്തിൽ നദികളിൽ മത്സ്യങ്ങളെ നിക്ഷേപിക്കാറുണ്ടെങ്കിലും ഇതിന്റെ പ്രയോജനം നിലനിൽക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കരിമീൻ, കട്ല, രോഹു, സിലോപ്പിയ, ധൂളി തുടങ്ങിയ മത്സ്യങ്ങൾ നദികളിൽ നിക്ഷേപിച്ചു തുടങ്ങിയതോടെ മുമ്പുണ്ടായിരുന്ന പല മീനുകളും നദികളിൽ നിന്ന് അപ്രത്യക്ഷമായി. വിവേചനമില്ലാതെ പ്രകൃതിയെ മാറ്റിമറിക്കാൻ മനുഷ്യൻ കാട്ടുന്ന വ്യഗ്രതയാണ് ശുദ്ധജല മീനുകൾക്ക് പോലും സ്വന്തം ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടാൻ കാരണമായി വിലയിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മണിമല. കടൽ മത്സ്യങ്ങൾ കേടാകാതിരിക്കുവാൻ രാസവസ്തുക്കൾ ചേർക്കുന്നുവെന്ന വാർത്ത പറഞ്ഞതോടെ കായൽ, ആറ്റുമത്സ്യങ്ങൾക്ക് ആവശ്യക്കാരേറുന്നു. പച്ചയായി ലഭിക്കുന്ന ആറ്റുമീനുകളോടാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ഫ്രഷായ മത്സ്യങ്ങൾ ലഭിക്കുന്നു എന്നതാണ് നദിയിലെയും കായലിലെയും മത്സ്യങ്ങൾക്ക് ആവശ്യക്കാർ കൂടുവാൻ കാരണം. രാത്രിയിൽ പിടിക്കുന്ന ആറ്റുമീൻ രാവിലെ തന്നെ വിൽപ്പനയ്ക്കെത്തും. പകൽ പിടിക്കുന്നവ വൈകുന്നേരത്തിന് മുൻപായും ലഭിക്കും. മീൻ കേടാവാതിരിക്കുവാൻ കൃത്രിമമായി ഒന്നും ചേർക്കേണ്ടതില്ല. എന്നാൽ കടൽ മത്സ്യങ്ങളുടെ അവസ്ഥ അതല്ല. മീൻ പിടിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കറിവെക്കുന്നയാളിന്റെ മുൻപിൽ മത്സ്യങ്ങൾ എത്തുന്നത്. അമോണിയ പോലുള്ള രാസവസ്തുക്കൾ ചേർത്താണ് ഇവ സൂക്ഷിക്കുന്നത് എന്നതിനാൽ എത്ര ദിവസത്തെ പഴക്കമുണ്ടെങ്കിലും തിരിച്ചറിയുവാൻ കഴിയില്ല. ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കടലിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കൾ കഴിക്കുന്നയാളിന് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഫ്രഷായി ലഭിക്കുന്ന ആറ്റുമീനും കായൽ മത്സ്യങ്ങൾക്കും ആവശ്യക്കാർ കൂടുവാൻ കാരണം. കരിമീൻ, മഞ്ഞക്കൂരി, വരാൽ, വാള, വയമ്പ്, ചേറുമീൻ, കാരി, കുറുവ, പുല്ലൻ, പള്ളത്തി, ആരകൻ, കൂരൽ, പരൽ എന്നിവയാണ് പ്രധാനമായും വിൽപ്പനയ്ക്കെത്തുന്നത്. രാവിലെ എത്തുന്നവ ഉച്ചയ്ക്ക് മുൻപ് തന്നെ തീരും. കുറുവ, കൂരൽ, കാരി, മഞ്ഞക്കൂരി എന്നിവയ്ക്ക് കിലോയ്ക്ക് 200 രൂപയാണ് സാധാരണ വില. വരാൽ, വാള, ആരകൻ എന്നിവയ്ക്കും വില കൃത്യമായി പറയുവാൻ കഴിയില്ല. ജീവൻ തുടിക്കുന്ന ആറ്റുമീനുകൾ വാങ്ങി വീട്ടിലെത്തുമ്പോഴും മഞ്ഞക്കൂരിക്കും കാരിക്കും ജീവനുണ്ടാവും. ഫ്രഷ് മീനുകളായതിനാൽ കാര്യമായ ഈച്ചശല്യവും കച്ചവടം നടത്തുന്ന സ്ഥലങ്ങളിലില്ല. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം സുരേഷ് മൈലാട്ടുപാറ, ന്യൂസ് ബ്യൂറോ, മണർകാട്. സോളാർ തട്ടിപ്പിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുവാൻ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂവെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ടീം സോളാറിന് സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കുവാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോട്ടയത്തെ LDFന്റെ 9ാം ദിന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാനം രാജേന്ദ്രൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ 9ാം ദിവസം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സോളാർ തട്ടിപ്പിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ സാധ്യമാക്കൂ എന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ടീം സോളാറിന്റെ സംരക്ഷകൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ടുതന്നെ വസ്തുതകൾ പുറത്തുവരാതിരിക്കാൻ മുഖ്യമന്ത്രി കേസന്വേഷണം അട്ടിമറിക്കുന്നു. സർക്കാരിന് അനുകൂലമായി വിധിയുണ്ടായാൽ
ജുഡീഷ്യറി നല്ലതും സർക്കാരിനെ വിമർശിച്ചാൽ മോശവുമെന്ന നിലപാടാണ് UDF-നെന്നും കാനം രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭാ സാമാജികന്മാർ നിയമസഭയ്ക്കുള്ളിൽ ഒരുപക്ഷെ അന്ന് ഒരു സാമ്പത്തിക കുറ്റം അന്വേഷിക്കാൻ ജുഡീഷ്യൽ അന്വേഷണം വേണോ? അന്ന് മുദ്രാവാക്യം രാഷ്ട്രീയമല്ലേ എന്നൊക്കെ കേരളത്തിൽ ചിന്തിച്ചിരുന്ന ആളുകൾ പോലും ഈ 2 മാസക്കാലത്തെ അനുഭവങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വൈക്കത്തു നിന്നുള്ള പ്രവർത്തകരാണ് 9ാം ദിവസത്തെ സമരത്തിന് നേതൃത്വം നൽകിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഹരികുമാർ അധ്യക്ഷനായിരുന്നു. LDF ജില്ലാ കൺവീനർ VR ഭാസ്കരൻ, CPI ജില്ലാ സെക്രട്ടറി CK ശശിധരൻ, മുൻ MLA VN വാസവൻ, ഉഴവൂർ വിജയൻ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ഏകദിന ഉപവാസം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. സരിതാ ഊർജം പകർന്നു നൽകിയ ബഹുമാന്യനായ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാൽ അത് ഈ രാജ്യത്തെ ജനിച്ചു വീണ ഒരു കുട്ടി, എല്ലാ കുട്ടികളും ജനിച്ചു വീണ കുട്ടികൾ പോലും പറയും ന്യായമാണ്, തികച്ചും ന്യായമാണ് എന്ന കാര്യം. കോട്ടയം നിയോജക മണ്ഡലം പ്രസിഡന്റ് CN സുഭാഷ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സമിതി അംഗം PK രവീന്ദ്രൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി N ഹരി, കുസുമാലയം ബാലകൃഷ്ണൻ, TN ഹരികുമാർ, S രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യക്കെത്തിയ അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ MLA മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. സംഭവത്തിൽ സംഘപരിവാറിനെയും ആറന്മുള പൈതൃക രക്ഷാസമിതിയെയും കുറ്റപ്പെടുത്തുന്നതിൽ ഹിന്ദു ഐക്യവേദിയും ഹർത്താൽ ആചരിച്ചു. ബുധനാഴ്ച ആറന്മുളയിൽ നടന്ന വള്ളസദ്യയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത MLA അഡ്വക്കേറ്റ് K ശിവദാസൻ നായരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിനെതിരെയാണ് കോൺഗ്രസ് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തിയില്ല. ഹർത്താലിന്റെ ഭാഗമായി കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിന് ശേഷം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് റെജി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആറന്മുള വിമാനത്താവള പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് MLAക്കെതിരായ ആക്രമണത്തിലൂടെ RSS നേതൃത്വം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകമറിയപ്പെടുന്ന ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യയുടെ തുടക്കം മുതൽ കുറിക്കുകയായിരുന്നു. കേരളത്തിലെയും ലോകത്തെയും മുഴുവൻ ഹിന്ദുക്കളും ആരാധിക്കുന്ന ആ പരിപാവനമായ ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് ആറന്മുള അപ്പന് സദ്യ നൽകുന്ന ചടങ്ങ് തുടങ്ങിയപ്പോൾ അവിടെ പങ്കെടുത്ത പള്ളിയോട സേവാസംഘത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ ശിവദാസൻ നായരെ RSSന്റെ നേതൃത്വത്തിൽ സംഘടിതമായി ആക്രമിച്ചത് നിങ്ങൾ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ്. ആറന്മുള പ്രദേശത്ത് വികസനത്തിന് വേണ്ടി ഒരു വിമാനത്താവളം കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് RSSകാർ. DCC അംഗങ്ങളായ ലാലു തോമസ്, ഉണ്ണികൃഷ്ണൻ നടുവിലെമുറി, നേതാക്കന്മാരായ KK മണി, സാറാമ തോമസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആറന്മുളയിൽ MLAക്കെതിരെ നടന്ന ആക്രമണം സംഘപരിവാറിന്റെയും ആറന്മുള പൈതൃക രക്ഷാകർമ്മ സമിതിയുടെയും മുകളിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമത്തിനെതിരെ ഹിന്ദു ഐക്യവേദിയും ജില്ലയിൽ വ്യാഴാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താലിന്റെ ഭാഗമായി സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ മല്ലപ്പള്ളിയിൽ പ്രകടനം നടന്നു. ക്ഷണിക്കാത്ത ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ MLAക്കെതിരെ ജനങ്ങൾ നടത്തിയ പൊതുവികാരം മാത്രമാണ് ഇതെന്ന് RSS ജില്ലാ സഹകാര്യവാഹ് P സുനിൽ പറഞ്ഞു. വള്ളസദ്യയുടെ ഉദ്ഘാടനത്തിനും ഭദ്രദീപം കൊളുത്തുവാൻ തയ്യാറായി തന്റെ അഹങ്കാരം മൂത്തിട്ട് തയ്യാറായ ശിവദാസൻ നായർ വിളക്ക് കൊളുത്താൻ തയ്യാറായപ്പോൾ ഭക്തജനങ്ങൾക്ക് അത് കണ്ടു നിൽക്കാനായില്ല. സ്വാഭാവികമായ പ്രതിഷേധം അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും അത് രോഷാഗ്നിയായി പടർന്ന് പന്തലിക്കുവാൻ അധികം സമയമെടുത്തില്ല. പിന്നീട് അവിടെ നടന്നത് ഭക്തജനങ്ങളുടെ ഒരു പ്രതിക്രിയ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു ആസൂത്രണവും അവിടെ നടന്നിട്ടില്ല. പെട്ടെന്നുണ്ടായ ഭക്തജനങ്ങളുടെ ആ അമർഷത്തിന്റെ ഫലമായിട്ടാണ് ഇന്നലെ അവിടെ ആ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. BMS മേഖലാ പ്രസിഡന്റ് സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ശശിധരൻ നായർ, BJP നേതാക്കന്മാരായ ക്യാപ്റ്റൻ CS പിള്ള, പ്രകാശ് വടക്കേമുറി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. K ശിവദാസൻ നായർ MLAക്കെതിരെ ആറന്മുളയിൽ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. സംഭവം നിർഭാഗ്യകരമാണെന്ന് ആന്റണി MPയും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോയും പ്രതികരിച്ചു. MLA എന്ന നിലയിലും ആറന്മുള പള്ളിയോട സേവാ സംഘം മുൻ പ്രസിഡന്റ് എന്ന നിലയിലും മികച്ച സേവനം നടത്തുന്ന
അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർക്കെതിരെ നടത്തിയ ആക്രമണം നിർഭാഗ്യകരമായി പോയതായി ആന്റോ ആന്റണി MP പറഞ്ഞു. വർഗീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് പ്രശ്നമുണ്ടാക്കിയത്. ഇത്തരക്കാരുടെ പൈതൃകമെന്നത് ആളുകളെ അധിക്ഷേപിക്കുക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ശിവദാസൻ നായർ ആദരണീയനായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു MLA എന്ന നിലയിൽ മാത്രമല്ല, പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആറന്മുള ചെറുപ്പം മുതൽ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടത്തെ ഒരു വലിയ വിശ്വാസിയും ആറന്മുള ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പതിറ്റാണ്ടുകളായി പങ്കുചേരുന്നൊരു വ്യക്തിയാണ്. ആറന്മുള വിമാനത്താവളത്തോട് അനുകൂലിക്കുന്നവരുണ്ടാകാം, എതിർക്കുന്നവരുണ്ടാകാം, അതൊക്കെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ആറന്മുള ക്ഷേത്രത്തിലെ പരിപാവനമായ വള്ളസദ്യ അലങ്കോലപ്പെടുത്തി എന്നുള്ളത് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ആറന്മുളയിൽ ഭൗതിക സൗകര്യം ഒരുക്കിക്കൊടുക്കുന്നതിന് താൻ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആറന്മുള പള്ളിയോട മ്യൂസിയം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. താൻ പങ്കെടുത്താൽ പരിപാടി അലങ്കോലപ്പെടുത്തുമെന്ന് പള്ളിയോട സേവാ സംഘത്തിന്റെ ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനാലാണ് വള്ളസദ്യ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നും MP പറഞ്ഞു. MLAക്കെതിരെ നടന്ന ആക്രമണത്തെ രണ്ട് രീതിയിൽ കാണാൻ കഴിയുമെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ പറഞ്ഞു. ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ വിവാദം ഉണ്ടാക്കിയത് ശരിയായില്ല. ഒരു സമരം പരാജയപ്പെടുമ്പോഴാണ് സമരം അക്രമാസക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ സാംസ്കാരിക പൈതൃകവും ഈശ്വരവിശ്വാസവും പരിഭാവനതയും തളം കെട്ടി നിൽക്കുന്ന ആറന്മുള ക്ഷേത്രത്തിൽ അത് നടയ്ക്ക് മുമ്പിൽ വിവാദമുണ്ടാക്കിയത് വളരെ നിർഭാഗ്യകരമായിപ്പോയി. ഒന്ന്. രണ്ടാമത്, ഇതിൻ്റെ മറ്റൊരു തലം, ഒരു സമരം പരാജയപ്പെടുന്നു തോന്നുമ്പോഴാണ് സമരം നടത്തുന്നവർ അക്രമത്തിലേക്ക് വരുന്നത്. ഈ രണ്ട് തലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഈ അക്രമം നടത്തിയ ആളുകൾ പൊതുജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. കൂരോപ്പട പഞ്ചായത്തിൽ പണി പൂർത്തിയായി ഉദ്ഘാടനം പ്രതീക്ഷിക്കുന്ന ബൈപ്പാസിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. നിർമ്മാണത്തിലെ വൈകല്യമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. 130 മീറ്റർ നീളവും 14 മീറ്റർ വീതിയുമുള്ള കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ബൈപ്പാസാണ് കൂരോപ്പട ബൈപ്പാസ്. നിർമ്മാണം പൂർത്തിയായ ബൈപ്പാസ് ഉദ്ഘാടനം പ്രതീക്ഷിച്ച് കിടപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും കുറവില്ല. നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഇവിടെ സ്ഥിരം അപകടങ്ങൾക്ക് കാരണമായതായി പ്രദേശവാസികൾ പറഞ്ഞു. കാറും ബൈക്കും കൂട്ടിയിടിച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് സാരമായ പരിക്ക് പറ്റിയിരുന്നു. കൂരോപ്പടക്കവലയിൽ നിന്നും പാമ്പാടിയിലേക്കും പാമ്പാടിയിൽ നിന്നും കൂരോപ്പടയിലേക്കും വരുന്ന വാഹനങ്ങൾ ബൈപ്പാസിന്റെ സംഗമസ്ഥാനത്ത് കൂട്ടിയിടിച്ചാണ് ഏറിയ പങ്ക് അപകടവും ഉണ്ടാകുന്നത്. റോഡിന്റെ വളവ് മൂലം എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കുകയില്ല എന്ന അപാകതയുമുണ്ട്. ബൈപ്പാസിൽ ഹമ്പോ ഡിവൈഡറോ സ്ഥാപിച്ചിട്ടില്ല. സൈൻ ബോർഡുകളില്ലാത്തത് അപരിചിതരായ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിന് യാതൊരു സംവിധാനവുമില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പുതിയ ബൈപ്പാസ് പണി തീർന്നതോടുകൂടി ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ആവശ്യമായ സിഗ്നൽ സൗകര്യങ്ങളില്ല, ഹമ്പ് ഇല്ല, അല്ലെങ്കിൽ ഡിവൈഡറോ എന്തെങ്കിലും വാഹനം ഓടിച്ചു വരുന്നവർക്ക് കാണാൻ രീതിയിൽ യാതൊരു സിഗ്നലും ഇല്ല. അതുകൊണ്ടാണ് നിരന്തരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഇന്ന് വളരെ വലിയൊരു അപകടം ഉണ്ടായി. കാലിന് നല്ല മുറിവാണ്, അപകടം സംഭവിച്ചിരിക്കുകയാണ്. ഇത് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞതാണ് ഈ ഒരു ഹമ്പ് എന്തെങ്കിലും വേണമെന്ന് പറയുന്നത്. പക്ഷേ ഈ കോൺട്രാക്ടർ സമ്മതിച്ചില്ല. അതിന്റെ പേരിലാണ് കൂടുതൽ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്.